ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുടംപുളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ റെസിപ്പി നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം നമ്മുടെ അമ്മമാർ എപ്പോഴും ചിന്തിക്കുക ഈ കുട്ടികൾക്ക് എന്താണ് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണതെന്ന്. അതിനുവേണ്ടി ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ബ്രെഡ് പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന, അതേപോലെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, അതൊരു നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ കുടംപുളി കിച്ചൺ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം നമുക്കധികം താമസിക്കാതെ റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്കൊന്ന് പാലൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. ഞാനിവിടെ 1.5 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊരു 6 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ തണുത്ത പാലിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പാലിലല്ലാതെ സാധാ വെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ നന്നായിട്ട് ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇവിടെ ഞാനിനി 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതും നമുക്ക് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് ബദാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നട്ട്സ് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതും അതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. അതും ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുവാണ്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ എൻ്റെ കയ്യിൽ കുങ്കുമപ്പൂ കുറച്ചുള്ളത് കൊണ്ട് ഞാൻ അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കും. നല്ലൊരു ടേസ്റ്റിനും നല്ലൊരു കളറിനും വേണ്ടിയിട്ട് ചേർക്കണം. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്കുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു കുറുകി വരുന്ന പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ ഏകദേശം ആയിട്ടുണ്ട്. ഞാനിപ്പം ഗ്യാസ് ഓഫ് ആക്കുവാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഒരു ബ്രെഡ് 4 പീസാക്കി എടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോന്നായിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒത്തിരി നല്ല രീതിയിൽ എണ്ണ ഭയങ്കരമായിട്ട് ചൂടാക്കി ഇടണ്ട, അത് ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കി ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. ബ്രെഡ് ഫ്രൈ ചെയ്യാൻ അധികം സമയം വേണ്ട, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയത്. ഇപ്പം തന്നെ നമ്മുടെ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കോരിയെടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡെല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയണത്, നമ്മൾ റെഡിയാക്കി ഇതിലോട്ട് നമുക്ക് ഈ ബ്രെഡ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പം നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തണുപ്പിക്കാനായിട്ട് വെക്കാം. അപ്പം നമ്മുടെ ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് നല്ല രീതിയിൽ ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ പേരൻസിനൊക്കെ ആണെങ്കിലും വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമെങ്കിൽ തീർച്ചയായും നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ കുടംപുളി കിച്ചൺ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരും. ബൈ.